ഇശലൈക്യം സംഗീത സാഹിത്യവേദിയുടെ മെഹറിൻ്റെ പാട്ടും പാട്ടിൻ്റെ മെഹറും എന്ന പംക്തിയുടെ 10ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഹക്കീം അബ്ദുള്ള ബാപ്പു. ഇന്ന് തറവാടിത്തം പറഞ്ഞ് മേനി നടിക്കുന്നവരും ദുരഭിമാനം സൃഷ്ടിച്ച് ജീവിതം വഴിമുട്ടിക്കുന്നവരും ഒക്കെ നമ്മുടെ കൂട്ടത്തിലുണ്ട്. ഈ ദുരഭിമാനത്തെക്കുറിച്ച് ദാർശനികനും പണ്ഡിതനും കാസിയും കവിയും സ്വാതന്ത്ര്യസമര നായകനും ഒക്കെയായിരുന്ന ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്ന വെളിയംകോട് ഉമ്മർ ഖാദി അവർകൾ അറബിയും മലയാളവും ചേർത്ത് തൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ എഴുതിയ 4 വരി കവിത ഇങ്ങനെയാണ്. അയാ ഫാഖിറം ബിൻ നസബി കൈഫ തഫാഖുറു വ അസ്ലൂകുമു മിൻ ഖിബലി തീയൻ വ നായരു വ ആശാരി മൂശാരി മണ്ണാനു പാണരു കൊഴപ്പാനു ഷെട്ടിവോ നായാടി പറയരൂ. കുടുംബമഹിമയും കുലമഹിമയും പറഞ്ഞ് അഹങ്കരിക്കുന്ന മുസ്ലിങ്ങളോടാണ് ഉമർ ഖാദി പറയുന്നത്, എന്തുണ്ട് നിനക്ക് കുലമഹിമ പറഞ്ഞ് അഹങ്കരിക്കാൻ? വ അസുലുക്കുമു മീൻ കബിലി തീയൻ വ നായരു, തീയര്, നായര്, നമ്പൂതിരി, നായാടി, പറയൻ, ആശാരി, മൂശാരി ഇവരിൽ നിന്നൊക്കെ കൺവെർട്ട് ചെയ്ത് മതം മാറി മുസ്ലിമായവരല്ലേ നിങ്ങൾ എന്ന ചോദ്യമാണ് ഉമർ ഖാദി തറവാടിത്തം പറഞ്ഞ് അഹങ്കരിക്കുന്നവരോട് ഈ കവിതയിലൂടെ ചോദിക്കുന്നത്. ഉമർ ഖാദി സ്വാതന്ത്ര്യ സമരത്തിൽ ആരെന്നറിയാൻ ഒരു ഉദാഹരണം മാത്രം നമുക്ക് പറയാം. നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി ജനിക്കുന്നതിൻ്റെ ഏകദേശം 100 വർഷം മുമ്പ് ജനിച്ചു ജീവിച്ച ഖാദി, ഇവിടെ ജനിച്ചു വളർന്ന ഞങ്ങൾ ഇവിടേക്ക് അതിക്രമിച്ചു കടന്നു വന്ന ബ്രിട്ടീഷുകാർക്ക് നികുതി നൽകാൻ ബാധ്യസ്ഥരല്ലെന്ന് സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ആദ്യത്തെ നികുതി നിഷേധം പ്രഖ്യാപിച്ച് ഉമർ ഖാദി രംഗത്ത് വന്നു. ഇക്കാരണത്താൽ ബ്രിട്ടീഷുകാർ ഉമർ ഖാദിയെ പിടിച്ച് ജയിലടക്കുകയും പിന്നീട് വിട്ടയക്കുകയും ഒക്കെ ഉണ്ടായി. മഹാത്മാഗാന്ധി ജനിക്കുന്നതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പായിരുന്നു ഇതെന്ന് സാന്ദർഭികമായി നമുക്ക് ഓർക്കാം. അപ്പോൾ നികുതി നിഷേധ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് രൂപപ്പെടുന്നതിൻ്റെയും എത്രയോ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നികുതി നിഷേധം പ്രഖ്യാപിച്ച സമരനായകനായിരുന്നു ഉമർ ഖാദി. ഇത് സാന്ദർഭികമായി ഓർത്തതാണ്. ഏതായാലും കുടുംബ മഹിമയെക്കുറിച്ച് അദ്ദേഹം പാടിയ തൻ്റെ ആ 4 വരി കവിത സാന്ദർഭികമായി ഇവിടെ ഓർത്തുകൊണ്ട് ഇന്ന് വലിയ 4 കെട്ട് വീട്ടിൽ ജനിക്കുകയും 3 വിവാഹങ്ങൾ ആർഭാടമായി തന്നെ നടക്കുകയും ചെയ്ത ആ വലിയ തറവാട്ടിലെ ഏറ്റവും ഇളയ തരുണിമണിയുടെ വിവാഹം ആഢ്യത്വത്തിനൊത്ത വിധം നടത്താൻ കഴിയാതെ വരികയും 4 കെട്ട് തകരുകയും സാമ്പത്തികമായി തകർന്ന ആ വീട് ആ കുലമഹിമയും മഹാത്മ്യവും പറഞ്ഞ് ആ ഇളയ മകളെ വിവാഹം നൽകി അയക്കാൻ വീട്ടുകാർക്ക് കഴിയാതാവുകയും പഴയ ആഢ്യത്വത്തിൻ്റെയും മാമൂലിൻ്റെയും പേരിൽ വിവാഹം നടക്കാതെ വരികയും ചെയ്യുന്ന ആ സന്ദർഭത്തെ അനുസ്മരിച്ചുകൊണ്ടാണ്, ആ സന്ദർഭത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് മഹാകവി മെഹർ തൻ്റെ ഈ ഗാനം രചിച്ചിട്ടുള്ളത്. കാണാത്ത കണ്ണുനീർ എന്ന പേരിൽ അദ്ദേഹം എഴുതിയ ഈ ഗാനമാണ് ഇന്ന് ഈ 10ാമത് എപ്പിസോഡിൽ നിങ്ങളെ കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്.
ഈ ഗാനം അവതരിപ്പിച്ചുകൊണ്ട് കവി മെഹർ തൻ്റെ തൂലിക പടവാളായി തൂലിക പോയി മാറും എന്ന് ഈ വരിയിൽ തന്നെ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. നമുക്ക് അദ്ദേഹത്തിൻ്റെ വരിയിലേക്ക് പ്രവേശിക്കാം. കാണാത്ത കണ്ണുനീർ. എണ്ടും നബിയുള്ള വിണ്ട് തിഹാമിന് എന്ന ഇശലിലാണ് ഈ ഗാനം രചിച്ചിട്ടുള്ളത്. കാണിമാമേടയിൽ ഏണാക്ഷിയാളൊന്ന് കാണാത്ത കണ്ണീരുതിർത്ത് കൊണ്ട് പലവിധ മനസാചിന്തയാൽ നീറുന്നുണ്ടേ. നോവുകൾ ചീത്തം ഭാവനയാൽ മുമ്പ് ജീവിതത്തിൻ്റെ മധുനുകരാൻ ഒരു നവപൂവാടിയൊന്ന് പണിതവളാം. പണ്ടാമാണിമേടക്കുണ്ടായോരന്തസ്സും തണ്ടലാരാക്ഷികൾ പുഞ്ചിരിച്ചും സുമനിര വിണ്ടലം പോലെ ചമച്ചുവേച്ചും കൊഞ്ചിക്കൂഴച്ചിലും ലീലകൾ ചേലിലും പെൺകോടികൾ മടുമലരഞ്ചിടും ചന്തങ്ങളെന്തു ചൊല്ലാൻ. അന്നമാണിമേടക്കാനെന്ന് മൂട്ടിടും മംഗല്യം മൂന്നു കഴിഞ്ഞുപോയി. പലതരം പൊന്നാരാ നാളുകൾ അകന്ന് പോയി. ആയിരമായിരം സ്ത്രീധനം നൽകിയും ആശകളേശും പണ്ടങ്ങളും ചൊരിയവെ മായുമീ കാലമെന്നാരറിഞ്ഞു. കാലത്തിൻ ചക്രം തിരിഞ്ഞുപോയി വേഗത്തിൽ നാലുകെട്ടാകെ കുതിർന്നു പോയി. അതിനകം ലോലാക്ഷിയൊന്നു വളരലായി. ആചാരത്തിൻ്റെ വേടിക്കെട്ടു പൊട്ടിച്ച നീചത്വമാകെ തളർന്നു പോയി. മകളുടെ മോചനമൂർത്തങ്ങിരിപ്പിലായി. പൊൻപുലരികൾ കഴിഞ്ഞുപോയി. സ്വപ്നങ്ങൾ മുച്ചൂടും വീണു കരിഞ്ഞുപോയി. കിളിയുടെ പുഷ്പിച്ച മോഹം ഉതിർന്നു പോയി. പ്രേമത്തിൻ പൂന്തൻ കുടിക്കാനവളുടെ ഓമന ചുണ്ട് കൊതിച്ചിടുന്നു. പകലിരവാമാനം നീറിപ്പുകഞ്ഞിടുന്നു. ഉള്ളവരാരും അണഞ്ഞില്ല വേൽക്കുവാൻ. ഇല്ലാത്തോർക്കെങ്കിൽ കൊടുക്കുകയില്ല. കരളിലെ വല്ലാത്ത അഹങ്കാരം ഓർത്തു നോക്കൂ. ഉള്ളവരാരും അണഞ്ഞില്ല വേൽക്കുവാൻ. ഇല്ലാത്തോർക്കെങ്കിൽ കൊടുക്കുകയില്ല. കരളിലെ വല്ലാത്ത അഹങ്കാരം ഓർത്തു നോക്കൂ. മംഗല്യത്തിന്നിപ്പോൾ മാരന്മാരുന്നില്ല. മംഗളനാളുമണയുന്നില്ല.
കനവിലും മങ്ങല്ല സൂത്രമണിയാനില്ല. കണ്ണുകൾ തങ്കക്കീനാവിൻ്റെ കാവ്യങ്ങൾ തീർത്തുല്ലസിക്കേണ്ടും യൗവനത്തിൽ മഹിളയിൽ കണ്ണുനീരേകിയ നിധിയേത്? യാഥാസ്ഥികതത്വവും വിത്താപ്രതാപവും ഒത്ത് ചാമച്ചുള്ള ദുർനീതികൾ അവനിൽ ഏതേതൂ കാഠിന്യം ചെയ്തതില്ല. നീറും നിശ്വാസങ്ങളിലോരോ നീലുമ വൾനീറിതയിക്കുന്നു നാളുകൾ തോറും കരളിനെ കീറുന്ന ഖേദങ്ങളെന്നു തീരും. യാഥാസ്ഥികതത്വമേ നീ സമുദായത്തിൻ മാതൃത്വത്തിൻ്റെ കഴുത്തുവേട്ടി ചുടുനിണം ആർത്തിയോടിന്നും കൂടിക്കയാണോ? മാമൂലിൻ മുഷ്കനി മുട്ടിട്ട് നിൽക്കുമോരോമന പൂവിൻ കഴുത്ത് നുള്ളി അവളുടെ രോമാഞ്ചത്തിൻ്റെ തളിരുകിള്ളി. തങ്കക്കീനാവേ നീ തേങ്ങിക്കാരയല്ലേ ശങ്കിച്ചിടേണ്ട നിൻ സ്ത്രീത്വത്തിൻ്റെ മലരുകൾ പൈങ്കിളി വേഗം വിടരുന്നുണ്ടേ. ലോലസ്മിതങ്ങൾ കൊഴിഞ്ഞ താരുണ്യമേ ലോലയി മാമൂലിൻ മുഷ്കിൻ നേരെ ഒരുപട വാളായൻ തൂലിക പോലും മാറും. മെഹറിന്റെ അവസാന വരി ഇങ്ങനെയാണ് ഈ ഗാനം അവസാനിക്കുന്നത്. ലോലസ്മിതങ്ങൾ കൊഴിഞ്ഞ താരുണ്യമേ ലോലയി മാമൂലിൻ മുഷ്കിൻ നേരെ ഒരുപട വാളായൻ തൂലിക പോലും മാറും. എന്നെ കേട്ട എല്ലാവർക്കും നന്ദി.